ഹലോ ഗൈസ്, പച്ചപ്പുകളുടെ ഇടയിൽ നിന്ന് പച്ച ഷർട്ട് ഇട്ട ഞാൻ എൻ്റെ ഞങ്ങളുടെ ഹലോ ഫ്രണ്ട്സ്, ഒരു വാലന്റൈൻസ് ഇവിടെ കടന്നുപോയി. പക്ഷെ നമ്മൾ വീണ്ടും സിംഗിളായി തന്നെ ഇരുന്നു. പക്ഷെ അതല്ല ഇവിടുത്തെ പ്രശ്നം. എക്സാമൊക്കെ കഴിഞ്ഞ് എക്സാമിൻ്റെ സമയത്തും എടാ എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയൊക്കെ ഇത്രയൊക്കെ ചെയ്യണില്ലേ ഞാൻ? കണ്ട ഓഫീസ് റെഗുലർ കണ്ട അഭിനയം കണ്ട ഇപ്പം തന്നെ ഒരു സിനിമയിൽ അഭിനയിച്ചതിൻ്റെ ഓസ്കാർ കിട്ടും എനിക്ക്. അത് കുറച്ച് കൂടുതലല്ലേ സാർ? ആദ്യം നിങ്ങൾ കണ്ടത് എവിടെ നിന്നോ ഇൻ്റർവ്യൂ എടുത്ത് ചളായി പോകുന്ന എണ്ണിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അവിടേക്ക് എങ്ങനെ എത്തി, അവിടെ എന്തൊക്കെയാണ് സംഭവങ്ങൾ, അതിനെക്കുറിച്ചാണ് വീഡിയോ ഇന്നത്തെ. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. വാ, അങ്ങോട്ട് പോയിട്ട് വരാം. ആ പാലത്തേക്ക് ഇപ്പോൾ പോവാം നമുക്ക്. അവരവരെ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ട ആ പാലത്തേക്ക് പോവാം. രാവിലെ വരാനുള്ള സോളാറുള്ളത് അടുത്ത ബഡ്ജറ്റിന് ഈ ബഡ്ജറ്റിന് പാസ്സായ സാധനമൊക്കെയാണത്. അത് സോളാർ വന്നുകൊണ്ടിരിക്കും പഞ്ചായത്തിൽ പാസ്സാവട്ടെ. ഈ ബഡ്ജറ്റിനുള്ളതാണ് തോട് വൃത്തിയാക്കൽ, റോഡ് വൃത്തിയാക്കലൊക്കെ. അതിന്റെ പണിയാണ് ഇത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹൈലി ക്രിയേറ്റീവ്. ഇതുപോലത്തുള്ള ക്രിയേറ്റിവിറ്റിക്കാണ് നമ്മൾ കയ്യടികൾ കൊടുക്കേണ്ടത്. റിസ്ക് എടുക്കണ്ട അല്ലേ? എല്ലാം ഒരാപത്തും വരുത്തല്ലേ. ഒന്ന് ഷോക്കായി ഇല്ലടാ. ഷോക്കോ? ഞാനങ്ങോട്ട് ഇല്ലാണ്ടായി പോനെ. എന്തായി കാണിക്കണേ? വൈകി മാറിക്ക്. പൊങ്ങണില്ല ചേട്ടാ. പൊങ്ങണില്ല എന്നുള്ളത് ഇങ്ങനെ വിളിച്ചു പറയണ്ട. എല്ലാവരും കേട്ടാ എന്താ വിചാരിക്കുക? എന്തോ ഞാൻ എന്താ പറഞ്ഞു? ഞാൻ വരുന്നേ എന്നാരെങ്കിലും വിളിച്ച അതൊക്കെ വലിക്കാൻ കിട്ടാൻ. ആരൊക്കെയാണ് ഗ്രീൻ ആപ്പിൾ എടുത്ത്? ഞാൻ അപ്പോൾ ഗ്രീൻ ആപ്പിൾ തന്നെയാണ്. പച്ചപ്പിന്റെ നടുവിൽ ഗ്രീൻ ആപ്പിളാണ്. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്ന വ്യക്തി അടുത്തതായി എന്തിനെ കുറിച്ചായിരിക്കും പറയാൻ പോകുന്നത്? ഓപ്ഷൻ എ ഈ സ്ഥലത്തെ കുറിച്ച്, ഓപ്ഷൻ ബി ഐസ്ക്രീമിന് മധുരമില്ല എന്നതിനെ കുറിച്ച്, ഓപ്ഷൻ സി പെയിന്റിലെ ഫൈബറിനെ കുറിച്ച്, ഓപ്ഷൻ ഡി അതിങ്ങനെ കണ്ടറി. അതെ, എല്ലാ കാര്യങ്ങളും പറഞ്ഞെന്നാൽ അതിൻ്റെ സസ്പെൻസ് പോകൂലേ? അപ്പം ശരി. പച്ചപ്പ് പിടിച്ച പാടത്ത് നിന്ന് പച്ച ഐസ്ക്രീം തിന്നുന്ന എങ്ങനെയാ 100% ഞാൻ യോജിക്കുന്നു.
ഓ സദാമാനോ എന്ന് നിങ്ങൾ കരുതണ്ട. അടിപൊളി വൈബാണ് ഇത്. റോഡ് പിന്നെ ഒരു ടാറ്റയുടെ ലോറി. ടാറ്റയുടെ ലോറി നമുക്ക് പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട്. ടാറ്റയുടെ ഭയങ്കര ടാറ്റ പ്രേമികളുണ്ട്. ടാറ്റ പ്രേമി ഓൾ കേരള ടാറ്റ ഫാൻസ് അസോസിയേഷനിലെ ഒരു മെമ്പറാണ് ടാറ്റയുടെ. എന്നെന്തിനെ പൊക്കി പറയണേ കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെ അല്ലേ പറ്റുള്ളൂ. ഇത് ഇവിടെ തൃശ്ശൂർ പൂരം ഷൂട്ട് ചെയ്ത് ഈ ഒരു ലൊക്കേഷൻ ഉണ്ടല്ലോ, ഈ ഒരു ലൊക്കേഷനിൽ നമ്മ തൃശ്ശൂർ പൂരം സിനിമ ഷൂട്ട് ചെയ്ത് എന്റെ സീനിലൊക്കെ അല്ലേ സാബു അല്ലേ, സാബുവിനെ ഇവിടെ വന്നിരിക്കുമ്പോ ഭയങ്കര ഒരു അല്ലെ ഭയങ്കര ഒരു ഫ്രഷ്നെസ് ആയിക്കോളൂ. വയ്യ പച്ചപ്പും കാര്യങ്ങളെല്ലാം കാണുമ്പോൾ ഭയങ്കര ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നു. ഇതൊന്നും സ്ക്രിപ്റ്റിലുണ്ടായിരുന്നില്ല. ഇവരൊക്കെ ആരും കൊണ്ടുവന്ന് ഇവിടെ മാറ്റി ഇവരെ മാറ്റി അങ്ങോട്ട് നിൽക്ക്. ആ ഇനി പാട്ട് കിട്ടോ. അതൊക്കെ എടുക്കണ്ട്, അതൊക്കെ അപ്പ് എടുക്കും. കഴിഞ്ഞ് എവിടെ വീണത് എടാ ഒരു വേദിയിലൊരു വഞ്ചിപ്പാട്ട് പാടിയടാ. മറ്റേ ബാഹുബലിയുടെ ദേവസേനയുടെ ഇല്ലേ ഫുഡ് കഴിക്കുമ്പോഴേക്കും സൂര്യാസ്തമയാവും. പറഞ്ഞ പോലെ തന്നെ ഫുഡ് കഴിക്കാ ഗൈസ്, അപ്പോഴേക്കും സൺസെറ്റ് ആവൂലേ? അല്ല ഫുഡ് കഴിച്ചിട്ട് വരാം. ഫുഡിങ് ടൈം. ചേട്ടാ കണച്ചേട്ടാ വിട്ട് എന്താ ചെയ്യാ, വെറുതെ ഇങ്ങനെ ഇരുന്ന് ഉണ്ണൻ ഒരു ഉണ്ണാമൻ. അപ്പൊ പോവാല്ലേ? അപ്പോൾ കണ്ടില്ലേ, ഇതായിരുന്നു ഞങ്ങൾ പുള്ളി പോയതിൻ്റെ കഥ. അവിടെ നല്ല അടിപൊളി വൈബായി നിന്നിട്ടാ. അപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, ഇത്രയൊക്കെ തന്നെ ഉള്ളു ഈ വീഡിയോയിൽ. അവൻ അതിൻ്റെ ഇടയ്ക്ക് റീൽസ് ഉണ്ടാക്കാൻ നിൽക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കുക. അപ്പോൾ